Variation. We know what is variation. നമുക്ക് വാരിയേഷൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ അറിയാം. കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് CV and is the most important relative measure of dispersion. That is relative measure of dispersion ആണ് എന്ത് കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ് coefficient of variation and is defined by the formula coefficient of variation is equal to standard deviation divided by arithmetic mean into 100. Standard deviation divided by arithmetic mean into 100, that is CV is equal to SD by AM into 100. This is equal to sigma by x bar into 100. നമുക്കറിയാം standard deviation sigma ആണ് and arithmetic mean x bar ആണ് and into 100. അതാണ് എന്ത് coefficient of variation. And CV is thus the ratio of the standard deviation to the mean. അതായത് ratio of the standard deviation to the mean expressed as a percentage. That is നമുക്കറിയാം standard deviation by arithmetic mean into 100 ആണ് എന്ത് coefficient of variation എന്ന് പറയുന്നത്. That is into 100 ആണ്. That is in percentageലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. That is CV is thus the ratio of the standard deviation to the mean expressed as a percentage. That is sigma by x bar into 100. According to Carl Pearson, coefficient of variation is the percentage variation in the mean. Percentage variation in the mean. Okay, അതാണ് എന്ത് coefficient of variation. Coefficient of variation is widely used and most popular relative measure. The group which has less coefficient of variation is said to be more consistent or more uniform or more stable. അപ്പോൾ coefficient of variation ലെസ് ആവുമ്പോഴാണ് നമ്മളെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്സർവേഷൻസ് എന്താവുന്നത് മോർ സ്റ്റേബിൾ ആവുന്നത്. ഗ്രൂപ്പ് വിച്ച് ഹാസ് ലെസ് CV ഈസ് സെഡ് ടു ബി മോർ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യൂണിഫോം ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും. അതായത് വാരിയേഷൻ കുറയാണ് നമുക്ക് വേണ്ടത്. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം കൺസിസ്റ്റൻ്റ് ആണ്, യൂണിഫോം ആണ്, സ്റ്റേബിൾ ആണെന്ന് പറയാം. അപ്പോൾ മോർ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ ഇൻഡിക്കേറ്റ്സ് ഗ്രേറ്റർ വേരിയബിലിറ്റി ഓർ ലെസ് കൺസിസ്റ്റൻസി ഓർ ലെസ് യൂണിഫോമിറ്റി ഓർ ലെസ് സ്റ്റെബിലിറ്റി. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കുറയും, അല്ലെങ്കിൽ യൂണിഫോമിറ്റി കുറയും, അല്ലെങ്കിൽ വേരിയബിലിറ്റി കൂടും അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറയുന്ന സമയത്ത് കൂടുന്ന സമയത്ത്, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുക അല്ലെങ്കിൽ വേരിയേഷൻ കൂടുമ്പോഴും അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടുമ്പോഴും നമ്മുടെ സ്റ്റെബിലിറ്റി എന്താവും, കുറയും, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കുറയും, അല്ലെങ്കിൽ വാരിയബിലിറ്റി എന്താവും, കൂടും, വേരിയേഷൻ കൂടും. ഓക്കെ, ആൻഡ് വി ക്യാൻ ഒബ്സർവ് ദാറ്റ് CV വിൽ ബിക്കം മീനിങ്ലെസ് വെൻ x bar ഈസ് ഈക്വൽ ടു 0. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്താണ്, ദാറ്റ് ഈസ് ഡിനോമിനേറ്ററിൽ 0 വരും, x bar അതായത് മീൻ 0 ആവുന്ന സമയത്ത് CV നമുക്ക് കാണാൻ പറ്റില്ല, നോട്ട് ഡിഫൈൻഡ് ആണ്. അതായത് ഡിനോമിനേറ്ററിലാണ് എന്ത് വരുന്നത്, സിഗ്മ ബൈ 0 ഇൻറ്റു 100 എന്നാണ് വരിക. ആൻഡ് ദിസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ലിമിറ്റേഷൻ ഓഫ് ദിസ് മെഷർ. ഫോർ സീരീസ് ഹാവിംഗ് പോസിറ്റീവ് വാല്യൂസ് ദ അരിത്തമാറ്റിക് മീൻ വിൽ നോട്ട് ബി 0. This is the case of measurement related to height, weight, ages, weight, etc. But if we consider temperature, it can assume positive and negative values. Therefore, the use of CV is limited to series with positive values only. അതായത് x bar 0 ആവുന്ന കേസിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ x bar ഒരിക്കലും 0 ആവുന്ന സീരീസിൽ നമുക്ക് അങ്ങനെ വരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസോ അല്ലെങ്കിൽ 0 വരുന്ന x bar 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ അതായത് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അപ്പം 0 വരുന്ന കേസിൽ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. അപ്പോൾ അത് ലിമിറ്റഡ് ആണ്. അതാണ് നമ്മുടെ ലിമിറ്റേഷൻ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പം ഹൈറ്റ്, വെയ്റ്റ്, ഏജ്, വേജസ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്താണ് നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കാണാൻ പറ്റും. ബട്ട് നമുക്ക് ടെമ്പറേച്ചറൊക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വരും. ദെർഫോർ ദ യൂസ് ആൻഡ് 0 വാല്യൂസും വരാം. ദെർഫോർ ദ യൂസ് ഓഫ് CV ഈസ് ലിമിറ്റഡ് ടു സീരീസ് വിത്ത് പോസിറ്റീവ് വാല്യൂസ് ഓൺലി. പോസിറ്റീവ് വാല്യൂസ് ഉള്ളതിൽ മാത്രമാണ് നമുക്ക് എന്ത് കാണുന്നത്, CV കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് next, root mean square deviation. Root mean square deviation എന്ന് പറഞ്ഞാൽ it is defined as the square of the deviations of observations from any value, say capital letter A, and it is denoted by small letter S. Root mean square deviation അതായത് it is defined as the square of the deviations of observation from
എനി വാല്യൂ. നമ്മൾ സ്ക്വയർ ഓഫ് ദ വേരിയേഷൻ ഫ്രം മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ബാർ സിഗ്മ എക്സ് ബാർ മൈനസ് എ ബൈ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ബാറിന് ഡീവിയേഷൻ എടുക്കുമ്പം ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ കാണുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എനി വാല്യൂ, സേ ക്യാപിറ്റൽ ലെറ്റർ എ, ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ എസ്. Therefore for a raw data, s is equal to square root of sigma x minus a whole square by n, and for a frequency distribution, s is equal to sigma f into x minus a whole square divided by capital N, where s square is equal to mean square deviation. ഓക്കെ, സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഒഴിവാകും, അത് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയും. ആൻഡ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എസ് ആണ്. മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എസ് സ്ക്വയറും റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എസ് സ്ക്വയറിൻ്റെ റൂട്ട് എസ്. ദറ്റ് ഈസ് എസ് ഈസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ n. അല്ലെങ്കിൽ ഇൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എസ് ഈസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ, ആൻഡ് ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൾ ടു സിഗ്മ എഫ്. അപ്പോൾ ഇതാണ് എന്ത്? റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ദ ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം എനി വാല്യൂ, ആൻഡ് ദാറ്റ് എനി വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ ലീസ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. അപ്പോൾ എസ് ഡി ആണ് എന്ത്? ലീസ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. ഓക്കെ, അതായത് ലീസ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ, അതായത് എസ് ഡി എന്തായിരിക്കും? ലെസ് ദാൻ എസ് എന്നോ, അതായത് എസ് ഡി എപ്പോഴും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും എന്തിനേക്കാളും. അതായത് അതാണ് ഏറ്റവും ചെറിയ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എടുത്തിരിക്കുന്നത് എന്താണ്? സിഗ്മ എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്, സ്ക്വയർ റൂട്ട് ഓഫ്, അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് എനി വാല്യൂ ആണ്. അപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എ എന്താവും? എക്സ് ബാർ ആവുന്ന കേസിൽ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓക്കെ, എക്സ് ബാർ ആവുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ നമുക്കറിയാം, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ ആണ്. അപ്പം ഈ എൻ്റെ സ്ഥാനത്ത് എക്സ് ബാർ ആകുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും, അല്ലെങ്കിൽ ഈ എസ് സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആവും. ആൻഡ് ഇവിടെ എനി വാല്യൂ എ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതും ഒരു റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ആണ്. കാരണം എൻ്റെ സ്ഥാനത്ത് എക്സ് ബാർ ആണ്, എന്ന് പറഞ്ഞാൽ എനി വാല്യൂ എന്ന് പറഞ്ഞാൽ അത് എക്സ് ബാർ ആവുന്ന കേസിൽ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും, ആൻഡ് അതിൻ്റെ സ്ക്വയർ വേരിയൻസ് ആവും. ഓക്കെ, ആൻഡ് എ എന്ന് പറയുന്ന വേറെ ഏതെങ്കിലും വാല്യൂ ആകുമ്പോൾ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ ഉണ്ടാവും. ആൻഡ് ഇവിടെ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഏറ്റവും ലീസ്റ്റ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. അതിൻ്റെ പ്രൂഫാണ് പറയുന്നത്. ലെറ്റ് x1 x2 etc. xn be a set of n observations, and we have s is equal to root of 1 by n sigma x minus a the whole square, and sigma is equal to root of 1 by n sigma x minus x bar whole square. അതും നമുക്കറിയാം, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് എൻ്റെ സ്ഥാനത്ത് എക്സ് ബാർ ആകുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവും. ആൻഡ് എസ് സ്ക്വയർ എടുക്കുന്ന സമയത്തും റൂട്ട് ഒഴിവാകും, 1 by n ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആവും. ആൻഡ് നമുക്കറിയാം എൻ എസ് സ്ക്വയർ എൻ എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എൻ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എന്ത്? സിഗ്മ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബാർ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ പ്ലസ് എക്സ് ബാർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നു. ഒരു എക്സ് ബാർ മൈനസ് ചെയ്യുന്നു, ഒരു എക്സ് ബാർ ആഡ് ചെയ്യുന്നു, നോ ചേഞ്ച്. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് എഴുതാം സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ബാർ മൈനസ് എ ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ പ്ലസ് സിഗ്മ എക്സ് ബാർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കാരണം നമ്മൾ എ എന്ന് പറയുന്നത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാറും ബി എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബാർ മൈനസ് എ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 AB എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് എ എടുക്കുന്നു, ആൻഡ് അല്ലെങ്കിൽ എക്സ് ബാർ എ ബി, ഓക്കെ, എക്സ് ബാർ മൈനസ് എ. ആൻഡ് ഇവിടെ എന്താണ്? എക്സ് ബാർ മൈനസ് എക്ക് സിഗ്മ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എന്താണ്? എക്സ് ബാറും കോൺസ്റ്റൻ്റ് ആണ്, എയും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ആൻഡ് രണ്ടാമത്തെ ടേമിൽ നമുക്ക് എന്ത് കൊടുക്കണം? സിഗ്മ അവിടെയാണ് കൊടുക്കേണ്ടത്. കാരണം സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹിയർ, എക്സ് ബാർ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് എക്സ് ഈസ് ദ വേരിയബിൾ. ഓക്കെ, എക്സ് ഇവിടെ എക്സിനാണ് വാല്യൂസ് കൊടുക്കുന്നത്, അപ്പോൾ നമ്മൾ ആ ടേമിന് മാത്രമാണ് സിഗ്മ കൊടുക്കേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു എക്സ് ബാർ മൈനസ് എ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ പ്ലസ് സിഗ്മ എക്സ് ബാർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ആൻഡ് ഹിയർ ദിസ് ലാസ്റ്റ് ടേം സിഗ്മ എക്സ് ബാർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ വാരിയബിൾ ഇല്ല, കാരണം എക്സ് ബാറും ഒരു വാല്യൂ ആണ്, എ എന്ന് പറയുന്ന ഒരു വാരിയബിളാണ്, എക്സ് ഇല്ല. അപ്പോൾ ഈ സിഗ്മേനെ നമുക്ക് എന്താക്കാം? എൻ എഴുതാം. അപ്പോൾ എൻ ഇൻറ്റു എക്സ് ബാർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അടുത്ത സ്റ്റെപ്പിൽ. ദിസ് ഇസ് ഈക്വൽ ടു ഹിയർ എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
നമുക്ക് പറയാം എന്ത് n സിഗ്മ സ്ക്വയർ ആണ് അല്ലേ. ദിസ് ഹിയർ ഇവിടെ നോക്കൂ, സിഗ്മ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n എക്സ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്താണ്, ഈ റൂട്ട് ഒഴിവാവും, 1/n സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. ആൻഡ് ദിസ് n ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ n സിഗ്മ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമുക്ക് n സിഗ്മ സ്ക്വയർ എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയത്. ഫസ്റ്റ് ടേം n സിഗ്മ സ്ക്വയർ ആവും. ആൻഡ് 2 × എക്സ് ബാർ മൈനസ് എ ഇൻറ്റു ദിസ് ടേം എന്താണ്, 0 ആവും, ഇൻറ്റു 0. ദിസ് ഈസ് ഈക്വൽ ടു, അതായത് ഡീവിയേഷൻ ടേക്കൺ ഫ്രം അരിത്തമാറ്റിക് മീൻ, ദ സം ഓഫ് ദ ഡീവിയേഷൻ ടേക്കൺ ഫ്രം അരിത്തമാറ്റിക് മീൻ ഈസ് എന്താണ് 0. ആൾജിബ്രായിക് സം ഓഫ് ദ ഡീവിയേഷൻ ടേക്കൺ ഫ്രം അരിത്തമാറ്റിക് മീൻ ഈസ് 0. അതായത് അരിത്തമാറ്റിക് മീൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, 0 ആണ്. പ്ലസ് n × എക്സ് ബാർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ആൻഡ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ്. വെർ ഡി ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് എ ആണ്. ഡി എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് എ കൊടുത്തു കഴിഞ്ഞാൽ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ പ്ലസ് എന്താണ്, ഡി സ്ക്വയർ. ഓക്കെ. ആൻഡ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ പ്ലസ് ദിസ് ഡി സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ സിഗ്മ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ വരും. യോ ദാറ്റ് ഈസ് ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ എൻ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, n സിഗ്മ സ്ക്വയർ പ്ലസ് n × എക്സ് ബാർ മൈനസ് എ ദി ഹോൾ സ്ക്വയർ. ആൻഡ് n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താവും, സിഗ്മ സ്ക്വയർ പ്ലസ് എക്സ് ബാർ മൈനസ് എ ഹോൾ സ്ക്വയർ എന്നാവും. ദിസ് എക്സ് ബാർ മൈനസ് എക്ക് നമ്മൾ ഡി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് എഴുതാം. ആൻഡ് എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്താണ്, സ്ക്വയർ ആയതുകൊണ്ട് എ പോസിറ്റീവ് വാല്യൂ. അപ്പോൾ ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ പ്ലസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ എസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയറിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൂട്ടിയതാണ്. അപ്പോൾ എന്താണ്, സിഗ്മ സ്ക്വയർ എന്താണ്, എസ് സ്ക്വയറിന് ഒരു പോസിറ്റീവ് വാല്യൂ മൈനസ് ചെയ്താണ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിയാം സിഗ്മ സ്ക്വയർ എന്തായാലും എസ് സ്ക്വയറിനെക്കാട്ടും ചെറുതാണ്. ദാറ്റ് ഈസ് എസ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിഗ്മ സ്ക്വയർ ഓർ സിഗ്മ സ്ക്വയർ ലെസ് ദാൻ എസ് സ്ക്വയർ ഓർ സിഗ്മ ലെസ് ദാൻ എസ്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലെസ് ദാൻ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. ഓക്കെ. അപ്പോൾ അത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Relationship among different measures of dispersion. Under ordinary circumstances, all measures are different and moreover, QD will be the smallest followed by MD. MD is smaller than SD and SD is less than range. അങ്ങനെയാണ് പറയുന്നത്. For more or less symmetrical distribution, QD approximately equal to 2/3 into standard deviation and mean deviation approximately equal to 4/5 standard deviation. And quartile deviation approximately equal to 5/6 mean deviation. And quartile deviation is to mean deviation is to SD is equal to 10:12:15. And fifth relation എന്ന് പറയുന്ന range approximately equal to 6 into standard deviation. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, കാൽക്കുലേറ്റ് എസ് ഡി എന്ന് പറയുന്നത്. ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇക്വേഷൻ ഡയറക്റ്റ് കൊടുക്കുക, ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.